ഈ തൃശ്ശൂരിൽ വോട്ട് ചോർച്ച അത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പവും പരാതിയൊക്കെ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. ഇപ്പം മനോരമ പത്രം പ്രസിദ്ധീകരിച്ചൊരു വാർത്തയിൽ നിന്ന് ഞാൻ കുറച്ച് വായിക്കാം. അവിടെ ഈ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൻ്റെ ഹൗസ് നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം പേരെ അല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തിയെന്നാണ് സംഗതി വരുന്നത്. പൂങ്കുന്നം, ക്യാപിറ്റൽ വില്ലേജ്, ടോപ്പ് പാരഡൈസ്, ശ്രീശങ്കരി, ചൈത്രം എന്നീ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലെ 45 വോട്ടർമാർക്കെതിരെയാണ് കോൺഗ്രസ് പരാതി. ഇതിൽ 14 പേർക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക പ്രകാരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്താണ് വോട്ട്. ബാക്കിയുള്ള 29 പേർക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒരിടത്തും വോട്ടില്ല. തൃശ്ശൂർ ലോക്സഭാ പരിധിയിലെ വലപ്പാട്, ചൂണ്ടൽ എന്നിവിടങ്ങളിലായി വോട്ടുള്ളത് 2 പേർക്ക് മാത്രമാണ്. ലോക്സഭാ വോട്ടർ പട്ടിക പ്രകാരം ഒരു വീട്ടിൽ താമസിക്കുന്നവർക്കാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പല ജില്ലയിലും പല പഞ്ചായത്തിലുമായി വോട്ടെന്നതാണ് രസകരം. സാറേ, ഈ രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു വിവാദം ആദ്യമായി ഉയർത്തിവിട്ടത്. അവിടെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ക്രമക്കേട്, അതിൽ 41,000 വോട്ട് അനധികൃതമായി ചേർത്തതാണെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് വാദിച്ചത്. അപ്പോൾ സമാനമായ പരാതി ഈ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് TN പ്രതാപൻ അന്ന് പറഞ്ഞതാണ്. അവിടെ 40,000 വോട്ടിൻ്റെ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിന് ഫോളോ അപ്പ് ഉണ്ടായില്ല. ഇപ്പോൾ ആ വാർത്തകൾ വീണ്ടും ശക്തമാവുകയാണ്. ഈ ഒരു ഫ്ലാറ്റൊക്കെ വെച്ചിട്ട് കുറേ പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ തിരികെ കയറ്റാൻ പറ്റും, അത് സാധ്യമാണോ? ഇത് ഈ നമ്മൾ BLOമാരൊക്കെ നേരിട്ട് ചെന്ന് പരിശോധിച്ചിട്ടാണല്ലോ സാധാരണ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? രസകരമാണ്. മനോരമ പറഞ്ഞ് നിർത്തിയിരിക്കുന്ന പോലെ, താങ്കൾ വായിച്ച് നിർത്തിയതുപോലെ രസകരമെന്നേ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ വരിക എന്ന് പറയുന്നതും, ഒന്നിലേറെ സ്ഥലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ വരിക എന്ന് പറയുന്നതും ഈ ഏത് നിയോജക മണ്ഡലത്തിലെ ഏത് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാലും ഉണ്ടാകും. ഏത് നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ലോക്സഭാ മണ്ഡലം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വിപുലമായ 7 മണ്ഡലമാണല്ലോ ഇവിടെ, ലോക്സഭ അസംബ്ലി മണ്ഡലങ്ങളാണല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചെയ്യുന്നതിനെ പറ്റിയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനെ പറ്റിയും കള്ളവോട്ട് നേരിട്ട് ചെയ്യുന്നതിനെ പറ്റിയും നമുക്ക് കൃത്യമായിട്ട് വർഷങ്ങളായി പരാതിയുണ്ട്. ഇത് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് അപാകത എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് മുതൽ മാത്രമല്ലല്ലോ, അതുകൊണ്ട് തുടങ്ങുകയല്ലേ. ഈ പിടിച്ചിറക്കി ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുള്ളതാണ്, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുള്ളതാണ്, ഈ ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, ചെന്ന് കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇപ്പോൾ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇരിക്കുന്ന CPM അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ തന്നെ വിളിച്ച് ആദ്യം തന്നെ വന്ന് കൃത്യമായിട്ട് പറയും. എന്താ പറയുന്നത്, പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാൽ മതി, ശർപ്പാട് രാവിലെ കിട്ടും, ഉച്ചയ്ക്ക് ഈ കരിമീനൊക്കെ ചെയ്ത് ഊണം എത്തിക്കോളും, അത് ഉണ്ടോണം, വൈകിട്ടെല്ലാം കഴിഞ്ഞ് മടക്കി കൃത്യമായിട്ട് വോട്ടൊക്കെ അവർ ചെയ്യിച്ചോളും. വോട്ട് ചെയ്യുന്ന അതിന് ഒരു പറയും വേണ്ട, സുഖമായിട്ട് വോട്ടിങ് നടന്നോളും. എന്നിട്ട് വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴി രണ്ടും അടിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയും ചെയ്യും. സുഖപ്രസ്തം ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഇങ്ങനെ വ്യാപകമായി നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് പരാതിയെ പറ്റിയാണ്. ഇത്തരം പരാതികൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതറിയാം, പാർട്ടി ഗ്രാമങ്ങളിൽ അതുപോലെ ചില ശക്തി കേന്ദ്രങ്ങളിലുമൊക്കെ നേരത്തെ തന്നെ ഇവർ എഴുന്നേപ്പിച്ച് വിട്ട പരാതിയൊക്കെ ഉണ്ട്. ബഹുഭൂതന്മാരായിട്ട് അബദ്ധത്തിന് വല്ല കോൺഗ്രസ് കുത്തിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എഴുന്നേപ്പിച്ച് വിട്ട കേസുണ്ട്. അല്ല, ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് മുതൽ ഇവിടെ പിന്നെ ചോദിച്ചതുപോലെ ഈ അന്നേരം തൊട്ട് ഇത് പരിശോധിക്കാനുള്ള കൃത്യമായ സംവിധാനമുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നവർ ഇപ്പോഴങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എത്രയോ ആളുകൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നടന്ന് ഇല്ലാത്തവരെ, ഇന്നലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് സ്ഥാനാർത്ഥി 22 പേര് മരിച്ചവരുടെ മാറ്റി മറ്റ് കുറേ പേര് അഡീഷണലായി ചേർക്കേണ്ട 12 പേരെ ചേർത്തു. അപ്പോൾ എൻ്റെ വാർഡിൽ ഇത് ജനറൽ ആണെങ്കിൽ ഞാൻ ജയിച്ചിരിക്കും എന്നൊക്കെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെ കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലായിടത്തും എല്ലാ വ്യക്തികളായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ശരിയാണ്, അദ്ദേഹം നമ്മളത് ഞാനതിനെ ചെറുതായി കാണുന്നില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ട്, അത് വേറൊരു വശം. പക്ഷേ അത് ഇത് വോട്ട് പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനമായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് ജയിച്ചത് കള്ളവോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത്, ഞാൻ ആ ഇരട്ട വോട്ടുകൾ കഴിയുന്നത്ര മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത്, ഇനിയും അവിടെ കള്ളവോട്ടുകൾ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അത് ഇതിപ്പോൾ ഒരു ജയിച്ച ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരായി മാത്രമായി ആരോപണങ്ങൾ വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രസകരം എന്ന് പറയുന്നത്. ഈ കർണാടകയെ വെച്ചാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറ്റവും ആധിപത്യമുള്ള ശക്തമായ ഒരു സംസ്ഥാനമാണ് കർണാടക.
അപ്പോൾ അവിടുത്തെ സഹകരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി വകുപ്പ് സഹകരണ വകുപ്പ് നോക്കുന്ന KN രാജണ്ണ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ ഭരണകാലത്താണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്, അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. ആ സമയത്ത് നിങ്ങൾ കണ്ണടച്ചിരിക്കുകയായിരുന്നോ? എന്തുകൊണ്ട് ആ സമയം കഴിഞ്ഞ് ഈ BJP അധികാരത്തിൽ വരുന്നത് വരെ നിങ്ങൾ ആരും ഇതൊന്നും ശ്രദ്ധിച്ചില്ല? ഇതൊക്കെ ലജ്ജാകരമാണ്, പല ക്രമക്കേടുകളും നടന്നിട്ടുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഹൈക്കമാൻഡ് ഇടപെട്ടു, അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചു. അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോയി. അത്തരത്തിൽ ചില നാടകീയമായ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാജിവെപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കർണാടകയിൽ നിന്ന് തുടങ്ങുമ്പോൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് കോൺഗ്രസ് തന്നെയല്ലേ? അല്ല, അതാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ പങ്കുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ പോളിംഗ് ഓഫീസർമാരായിട്ട് ഇത് തയ്യാറാക്കാനൊക്കെ പോകുന്നത്. പിന്നെ BLOമാരുണ്ട്, അവർ ഓരോ വീടുകളിൽ ചെന്നാണ് കണ്ടുപിടിക്കുന്നത്. പൊതുവേ ഈ സംവിധാനം മോശമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാരണവശാലും ശരിയല്ല. ആ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഒരു ഒരു പവിത്രതയെ നമ്മൾ സംശയാസ്പദമാക്കി അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത് ശരിയല്ല. ഇവിടെ രേവണ്ണ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവിടെ കർണാടക ഗവൺമെൻറ് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഇത് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഭരണകൂടത്തിനല്ല ഞാൻ പറഞ്ഞത്, പാർട്ടികൾക്ക് ഭരിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുമായിരുന്നു ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇതിപ്പോൾ ഒരു വല്ലാത്ത ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ്, ഒരു പ്രക്ഷോഭം സൃഷ്ടിച്ചിരിക്കുകയാണ്. രാജ്യത്ത് അത് വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഘടകങ്ങളുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് അറിയാം, പല ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. എങ്കിൽ പോലും ഞാൻ വീണ്ടും പറയുന്നു, അത് പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാകട്ടെ. ഇനിയാണെങ്കിലും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ അതനുസരിച്ച് എന്തെങ്കിലും ഇതിനകത്ത് കമ്മീഷൻ്റെ നിലപാടുകൾ നമ്മൾ കൃത്യമായിട്ട് കേൾക്കണ്ടേ, കമ്മീഷൻ്റെ വാദം കേൾക്കണ്ടേ. ഇപ്പം ബീഹാറിൽ നടത്താൻ പോകുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 65 ലക്ഷം പേര് ഒഴിവായെന്ന് പറയുന്നു. അത് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ അനധികൃതമായി വോട്ടേഴ്സ് അതിനകത്ത് വ്യാപകമായി ഈ കയറിയിരിക്കുന്നു എന്നൊരു വസ്തുതയല്ലേ. അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നപ്പോഴാണല്ലോ ഇതൊരു പ്രശ്നമാക്കി എടുത്തു കൊണ്ടുവന്നത്. കുറേ നാളുകളായിട്ട് ഇതിന് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി ഒരു ടീം കുറേ ദിവസങ്ങളായിട്ട് ഇത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആയിരിക്കാം. പക്ഷേ ഇത് ബീഹാറാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ ആണല്ലോ. അപ്പോൾ അത് തന്നെയല്ല, ഇതിനകത്ത് എന്തൊക്കെ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ചിലയിടത്ത് മാത്രമേ, ചിലയിടത്ത് ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പം കർണാടകയിൽ ജയിച്ചു, ഹിമാചൽ പ്രദേശിൽ ജയിച്ചില്ലേ, കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ ജയിക്കുന്നിടത്തൊന്നും പ്രശ്നമില്ല, തോൽക്കുന്നിടത്ത് മാത്രം പ്രശ്നം. കേരളത്തിലൊരു BJP സ്ഥാനാർത്ഥി ജയിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഉടൻ അത് കേരളത്തിലേക്ക് കയറി പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ നമ്മൾ അതാണ് ഈ പുകമറ രാഷ്ട്രീയ ആരോപണം എന്നതിലുപരി ചില വസ്തുതകൾ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനൊക്കെ ഇല്ലല്ലോ. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ABCDയും XYZ ഒക്കെ അടിച്ചു വെക്കുക. അതേപോലെ ഇപ്പോൾ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഒരേ വീട്ടു നമ്പറിൽ താമസിച്ചിരുന്ന 10-12 വോട്ടർമാർ പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് വോട്ട് പല പഞ്ചായത്തുകളിൽ. അതിലൊരു അസാധാരണത്വം ഉണ്ടല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ പരിശോധിച്ചാൽ പിന്നെ ഈ റായ്ബറേലിയിലും ഉണ്ട് കേട്ടോ, 0000 ഉണ്ട്. ഒരുപാട് രാഹുൽ ഗാന്ധി ജയിച്ച റായ്ബറേലിയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം അതല്ല ഞാൻ പറഞ്ഞത്. വോട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. അന്ന് ജോലി ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പോളിംഗ് ഓഫീസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. മോറോവർ അല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സംവിധാനം ഇവിടെ ഉണ്ട് കൃത്യമായിട്ടും. അത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു. പക്ഷേ അത് പലപ്പോഴും അത് ചെയ്യാതിരുന്നിട്ട് ഒരു വിഷയമാക്കി അത് ഉയർത്തിക്കൊണ്ട് വരുന്നു. പരിശോധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ടൊരു പരിശോധന നടക്കട്ടെ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ വരാൻ പോകട്ടെ. അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് കുറ്റമറ്റതാക്കാൻ ശ്രമിക്കുമ്പോൾ വിയർക്കുന്നത് BJP ആയിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.